ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം പുരോഗമിക്കുന്നതിനിടയിൽ ഓണറേറിയം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ച് ഉത്തരവിറങ്ങി. ആവശ്യങ്ങളിൽ ഒന്നെങ്കിലും അംഗീകരിക്കപ്പെട്ടതിൽ സന്തോഷമുണ്ട് എന്നാണ് സമരക്കാരുടെ പ്രതികരണം. ആദ്യഘട്ട വിജയമെന്ന് സമരസമിതി നേതാക്കൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം പുരോഗമിക്കുമ്പോൾ നിർണായകമായ ഒരു തീരുമാനം വരുന്നുണ്ട്. ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങി. ഇത് നിങ്ങളുടെ സമരത്തിന്റെ ഒരു വിജയമായി കണക്കാക്കാമോ? തീർച്ചയായിട്ടും സമരത്തിന് ഞങ്ങൾ ഉന്നയിച്ചിരുന്ന 6 ഡിമാൻഡുകളിൽ ഒരു ഡിമാൻഡാണ് നിലവിൽ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന 10 മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എന്നുള്ളത്. ഞങ്ങളുടെ സമരം തുടങ്ങി ഒരാഴ്ച പിന്നിട്ടപ്പോൾ ആരോഗ്യമന്ത്രി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു 10 പിൻവലിക്കാമെന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയുള്ള വാർത്താക്കുറിപ്പോ പ്രഖ്യാപനങ്ങളോ അല്ല, ഞങ്ങൾക്ക് ഉത്തരവാണ് വേണ്ടത്. ഇന്നിപ്പോൾ ഈ ഉപരോധ സമരത്തിൻ്റെ ഇടയിലാണ് ആ ഉത്തരവ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു വിജയം തന്നെയാണ്. കാരണം ജോലി ചെയ്തിട്ട് കൂലി കൊടുക്കുവാൻ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചത് 2018 CI2-ൻ്റെ ആഭിമുഖ്യത്തിലാണ്. ആ CI2-ൻ്റെ തീരുമാനത്തെ ഞങ്ങൾ അന്ന് മുതൽ ഇതൊക്കെ സമരം ചെയ്തിരുന്നതാണ്. അപ്പോൾ ഒരു തൊഴിലാളി സംഘടന അവകാശപ്പെടുന്നവർ അവർ ജോലി ചെയ്തിട്ട് തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ മാനദണ്ഡം ഏർപ്പെടുത്തണമെന്ന് സർക്കാരിനോട് അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടത് വിചിത്രമായ ഒരു കാര്യമാണ് നടന്നത്. അതിനെയാണ് ഇന്ന് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം മാനദണ്ഡങ്ങളായിരുന്നു ഉണ്ടായിരുന്നു ഈ ഓണറേറിയം കിട്ടുന്നതായിട്ട്. അത് 10 ജോലിയെ സംബന്ധിച്ച് 10 ക്രൈറ്റീരിയ നിശ്ചയിക്കുകയും ഓരോ വിഭാഗം പൂർത്തീകരിച്ചില്ലെങ്കിൽ പക്ഷേ നമുക്ക് മനസ്സിലാവുന്നത് ഈ ജോലികൾ പലതും പല ആളുകളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആശാവർക്കർമാർ ഇവരുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ എല്ലാ അടിമകളായിരുന്നാൽ മാത്രമേ ജോലി ചെയ്താൽ പോലും എഴുതുകയുള്ളൂ. ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ മാനദണ്ഡങ്ങളും പൂർത്തീകരിച്ച് ജോലി ചെയ്താലും ആ റിവ്യൂ മീറ്റിങ്ങിനൊന്നും പോകാൻ പറ്റുന്നില്ലെങ്കിൽ, വീട്ടിലാർക്കെങ്കിലും ഒരു അസുഖം ബാധിച്ച് അല്ലെങ്കിൽ മരണം സംഭവിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തതിന് 700 രൂപ കട്ട് ചെയ്യും. ഇതാണ് മാനദണ്ഡം. ഇത്ര ജനാധിപത്യ വിരുദ്ധമായി മാനുഷിക പരിഗണനയില്ലാത്ത മാനദണ്ഡങ്ങളാണ് വെച്ചിരുന്നത്. അതാണ് ഇന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നത്. അതൊരു വിജയം തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളുണ്ട്. 232 രൂപ, ഇവർ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന 700 രൂപ, അത് മുൻകാല പ്രാബല്യമൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇനി മുതൽ ഞങ്ങൾക്ക് നൽകിയാൽ മാത്രമേ ഈ സമരത്തിനൊരു അറുതി ഉണ്ടാകൂ.